അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ത്യയിൽ കണക്കൂട്ടാണെങ്കിൽ ഉച്ചയ്ക്കാണ് ട്രെയിന്, 1:30 ട്രെയിന്. ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫൈനലി ഞാൻ ഗോണ്ട ജംഗ്ഷനിലെത്തി. 4 ദിവസങ്ങൾക്ക് ശേഷം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 18 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. ഒരു ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗോണ്ട ജംഗ്ഷനിൽ 2:30-3 മണിക്ക് എത്തിയിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ട്രെയിനിൽ പോകണം. ടാക്സിയിൽ പോകാം, പക്ഷേ ടാക്സിയിൽ പോകണതും കാര്യമില്ല. കാരണം നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടില്ല. നമ്മൾ കൃഷ്ണനഗറിൽ നിന്ന് ബസ് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3:45 പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ട്രെയിൻ എപ്പോഴാണ് വരണമെന്ന്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അച്ഛൻ്റെ കൂടെ വന്ന കുറച്ച് പേരും ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ 7 മണിക്കുണ്ട്, 7:30 ട്രെയിൻ കേട്ടോ. ഞങ്ങൾ ഗോണ്ട ടു മറ്റേ കൃഷ്ണനഗർ, അത് ലോക്കൽ ട്രെയിനാണ്. അപ്പോൾ ഇതാണ്ട് അവർ ഡിസ്കസ് ചെയ്യുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എങ്ങനെ പോവാം, ടാക്സി പോകാൻ ട്രെയിനാണെന്ന് ഫൈനൽ അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് ട്രെയിനിൽ പോവാന്ന്. അപ്പോൾ ഞാൻ വെറുതെ ടൈം പാസ് ആവേണ്ട കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അടുത്ത് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പട്ടിയൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞാൻ ഉറങ്ങിയ ശേഷം ഞാൻ എണിച്ചത് വന്നിട്ട് 5:30 എണിച്ചു. കാരണം നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് 5ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ. അപ്പം അങ്ങോട്ട് പോയി ഞങ്ങൾ ട്രെയിൻ കയറി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കൃഷ്ണനഗർ പോകാനുള്ള റൂട്ട്. നല്ല മഴ പറഞ്ഞ ഒടുക്കത്തെ മഴയായിരുന്നു. അത് കാരണം പാടവും കണ്ടും ഒക്കെ ഫുള്ളും നിറഞ്ഞ് ഒഴുകായിരുന്നു കേട്ടോ. കാരണം അവിടെ വെള്ളം പോകാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ എനിക്ക് അതിനെ തോന്നുന്നത്. കാരണം ഫുൾ പാടവും അതുപോലെ ഫുൾ സ്ഥലങ്ങളും ഫുൾ വെള്ളത്തിൽ മുങ്ങില്ല. അതുപോലെ ഫുൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. കണ്ട് നമുക്ക് മനസ്സിലാവും. അതുമല്ലാതെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ടാക്സി പിടിച്ച് പോവാം, പക്ഷേ ടാക്സി പിടിച്ചിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് ഞാൻ ട്രെയിനിൽ പോകണം കേട്ടോ. നമുക്ക് ടാക്സിലാണ് നമുക്കൊരു 2 hours നമുക്ക് എത്താം. പക്ഷേ ട്രെയിനിലാകുമ്പോൾ വെറും 25 രൂപയുള്ളൂ. ടാക്സിലാണെങ്കിൽ ഒരാൾക്ക് വന്നിട്ട് 1000 രൂപ 1500 വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ഗോണ്ട ജംഗ്ഷനിൽ നിന്ന് കൃഷ്ണനഗർ എത്താൻ. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ട്രെയിനിൽ പോകാമെന്ന്. കാരണം ഓൾറെഡി ലേറ്റായി. അപ്പോൾ നമ്മൾ ടാക്സി പോയിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ പോയി. എന്നിട്ട് ഗോണ്ട ജംഗ്ഷനിൽ നിന്ന് കൃഷ്ണനഗർ എത്തിയ ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ടാക്സി പിടിച്ചിട്ടോ. ഫ്രഷൊക്കെ ആയ ശേഷം ടാക്സി പിടിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലും എൻ്റെ മാമൻ്റെ വീട്ടിലും എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു, അമ്മമ്മൻ്റെ വീട്ടിൽ. ഇപ്പം ഞാൻ പോണത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങൾ. അത് കാരണം ഞാൻ നേരെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോവാണ്. അച്ഛൻ്റെ വീട് വന്നിട്ട് ഡാങ് പറയും ദിഹ്രിയിലാണ്. ഓക്കെ, ഹലോ. അപ്പം ഞാൻ അങ്ങനെ നേപ്പാളിൽ എത്തി. എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ പോകും. പക്ഷെ ഇവിടെ നല്ല മഴയത് കാരണം ഞങ്ങൾ ഇപ്പോൾ സിസ്റ്ററുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ചെറിയൊരു എമർജൻസി ആയത് കാരണം പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നേപ്പാളിൽ എൻ്റെ ആൻറ്റിയുടെ വീട്. ആൻറ്റി ഇരിക്കുന്ന വീടിൻ്റെ സ്ഥലം കേട്ടോ. അവിടെ നിന്ന് ഒരു മഞ്ഞ ഗോപുരം കണ്ടില്ല, ഇപ്പുറത്തൊരു വീടില്ല. അതാണ് എൻ്റെ ആൻറ്റിയുടെ വീട്. അപ്പോൾ ഇന്നലെ എത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് റീച്ചായി. പക്ഷെ നല്ല ട്രാവലായിരുന്നു പൊന്നോ. എങ്ങനെയാ പറയാ, 16-13 മണിക്കൂർ ട്രെയിൻ ലേറ്റ്. ആക്ച്വലി ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്കാണ് ട്രെയിന്, 1:30 ട്രെയിന് ഒരു ഹാഫ് ഡേ ട്രെയിൻ ഇരുന്നിട്ട് പിറ്റേ ദിവസം ഫുൾ ഡേ ട്രെയിനും പിന്നെ ഹാഫ് ഡേ 12 ആകുമ്പോഴേക്കും പിറ്റേ ദിവസം 12 ആകുമ്പോഴേക്കും ഞങ്ങൾ ആക്ച്വലി ഗോണ്ടയിൽ എത്തും. അങ്ങനെ കണക്കൂട്ടിന് 2 ദിവസം ട്രെയിൻ ട്രാവലും ഹാഫ് ദിവസം ടാക്സിയിൽ പോകണമെങ്കിൽ 2.5 ദിവസമേ ആവുള്ളൂ. ഞങ്ങൾക്ക് നേപ്പാളിലേക്ക് വരികയാണെങ്കിൽ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ 4 ദിവസമായി. 4 ദിവസം വരുമ്പോൾ 3 ദിവസം ഫുൾ ഡേ ട്രെയിൻ ട്രാവൽ, ഫുൾ ഡേ ട്രെയിൻ, പിറ്റേ ദിവസവും ഒരു 3-4 മണിക്കൂർ ട്രെയിൻ. അങ്ങനെ 3.5 ദിവസം ട്രെയിൻ ട്രാവൽ, പിന്നെ ഒരു 1/2 ദിവസം ടാക്സിയിൽ. 4 ദിവസം എടുത്ത് നേപ്പാളിലേക്ക് വരും. 2.5 ദിവസത്തിന് വരും 4 ദിവസമായി. അപ്പോൾ ചെറിയൊരു എമർജൻസി കേസായത് തന്നെ വന്നതാണ്. അപ്പോൾ ഞാനും ഹായ് പറ പോവാ പറടാ പന്നി കമലേഷ്. ഇതെൻ്റെ ആൻറ്റിയുടെ മോൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ കടയ്ക്ക് വന്നിരിക്കുകയാണ്. ചെറിയൊരു ചൗച്ചു വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ ഒരു മാമൻ്റെ അച്ഛമ്മൻ്റെ വീട്ടിൽ 1-2 ആഴ്ച ഉണ്ടാവും. അച്ഛമ്മ, അച്ഛൻ്റെ അനിയത്തി, അമ്മായിമാരും പിന്നെ
അച്ഛമ്മയും അവരുടെ വീട്ടിലാണ് ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം വന്നിട്ട് അമ്മമ്മയുടെ വീട്ടിൽ മാമൻ്റെ വീട്ടിൽ അങ്ങനെ. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ. അപ്പോൾ ഞാൻ ചൗച്ച വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ. ഇതാണ് ഞങ്ങളുടെ അച്ഛമ്മൻ്റെ പ്ലേസിൻ്റെ വ്യൂ. മഴ പെയ്യുന്നുണ്ട്, ചെറു മഴത്തുള്ളി ഇടുന്നുണ്ട്, കണ്ടില്ലേ? എന്താ ഞങ്ങൾ റംപം ചൗ വാങ്ങിച്ചിട്ടുണ്ട്. കുരുവി. ഇതാണ് കമലേഷ്. ദേഖാത്തോ ഹായ് ബോൺ കമലേഷ് ഷാം ഭാഷത്തോ അല്ലേ? എനിക്ക് ഇവൻ നേപ്പാളിനേക്കാൾ സൂപ്പറായിട്ട് ഹിന്ദി സംസാരിക്കുക. ഞാൻ ഇവർ ഹിന്ദിയിലാണ് സംസാരിക്കുക. എനിക്ക് ഞങ്ങളുടെ നേപ്പാളിൽ കേട്ടിട്ട് ഇവൻ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദി में बात करता है ना. कितना बड़ा बारिश आ रहा है देखो. മഴ നന്നായി പെയ്യുന്നുണ്ട്. ഈ ഗോപുരം കാണുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗോപുരം, അതിൻ്റെ ഇപ്പുറത്തെ വീട്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് രാവിലെ കഴിച്ചു. ഇപ്പോൾ സമയം ഉച്ചയായി. ഇപ്പോൾ ഞങ്ങൾ മാഗി കഴിക്കണം. അതോ വീട്ടിൽ വന്നിട്ട് മഷ്റൂമിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ആൻറ്റി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഴ ആയത് തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യണം, കാരണം എൻ്റെ ഫുൾ മഴ നനഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ചൗയിൽ ഞങ്ങൾ ചട്പട്ട ഉണ്ടാക്കണം. നേപ്പാളി സ്റ്റൈൽ എരിവും പുളിപ്പുള്ള ചട്പട്ട. ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്ത ജസ്റ്റ് ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? പച്ചമുളക്, വെല്ലുള്ളി, മിക്സർ, അതുപോലെ പൊരി, പിന്നെ നാരങ്ങ പിഴിഞ്ഞത്, അതൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ചട്പട്ട ഉണ്ടാക്കുന്നത്. നല്ല എരിവായിരിക്കും. കഴിച്ച് നമ്മുടെ കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളം വരും. ആ ടൈപ്പിൽ ഞങ്ങൾ ചട്പട്ട ഉണ്ടാക്കുക. അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫൂഫുമാണ് 2 പേരും. നമ്മൾ പിങ്ക് കളർ ചുതായിട്ടില്ല, അതാണ് എൻ്റെ തുളസ ഫൂഫു. ആൻഡ് ബ്ലൂ കളർ ടീഷർട്ടിൽ എൻ്റെ രേഖ ഫൂഫുമാണ്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി 3 പേരും കൂടി ഉണ്ട്. അപ്പോൾ 2 പേര് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ മാത്രം ഞാൻ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് കുറച്ച് നേരം എടുത്തില്ല. അപ്പോൾ അവർ പറയണ എടുക്ക് എൻ്റെ പേര് വിളിച്ചിട്ട് എടുക്കുക. സോന എന്നല്ല എന്നെ വിളിക്കുക, വേറെ പേരിൽ എന്നെ എടുക്കെന്ന് പറയും. ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുകയാണ്. ഫസ്റ്റ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നന്നായിട്ട് എന്താ പറയുക, നന്നായി കൈ കൊണ്ട് കുഴയ്ക്കണം. അപ്പോഴാണ് അത് ടേസ്റ്റ് കിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ കൈ ലൈറ്റായിട്ട് ഇളക്കിയാൽ പറ്റി നന്നായിട്ട് കുഴക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.